നീ ഇപ്പൊ ഇങ്ങനൊക്കെ പറയാൻ എങ്ങനെ ശരിയാവാനാടാ? ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ നത്തിങ് വിറ്റാമിൻ ഡി ജോ അടിച്ചൂടെ? എടാ നത്തിങ് എന്ന് പറഞ്ഞാൽ 2 രൂപയുടെ ഫോണല്ല, അതിന് പൈസ വേണം. പൈസ മരത്തിലൊന്നും കഴിക്കുന്നില്ലല്ലോ. ഞാനിതിപ്പോ എവിടെ നിന്ന് എടുത്തിട്ട് വരാനാ പറഞ്ഞു? 1 മിനിറ്റ്. ആ ഹലോ ഹലോ, അവിടെ സെറ്റ് ബയ്യയുടെ സെറ്റായാ? പിന്നെ ബയ്യർ സെറ്റാണ്. അതല്ലടാ, ഈ സാധനത്തിന് ഇത്ര രൂപ ഏകദേശം ഒരു 19 ലക്ഷം രൂപയാവും. ഇവിടെ ബയ്യർ ഹാപ്പി ആട്ടോ, ചിരിക്കുന്നു പുള്ളി. ആ അല്ലടാ, നമ്മളെ 2 മണിക്കല്ലേ പറഞ്ഞു? അല്ല 1 മണിക്ക്. അല്ല ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നു. നീ കഴിക്കുന്നതിന് എനിക്കെന്തുവാ? അല്ല നമ്മുടെ ബയ്യർ പുള്ളി ഹോട്ടൽ നമ്മളെല്ലാരും കൂടെ കഴിച്ചോണ്ടിരിക്കും. ഓ അല്ല എവിടെ വരണം? നമ്മളെ മറ്റേ തെക്കേ വശത്തുള്ള നമ്മളെ പഴയ ബിൽഡിംഗ് ഇല്ലേ, സുനിലന്റെ അതിന്റെ മേളിൽ വാ, നമുക്ക് അവിടെ കാണാം. മേള പിന്നെ പുള്ളി വരുമ്പോഴേ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് പെരുമാറണം കേട്ടോ. പുള്ളി വലിയ പുള്ളിയാണ്. ഇന്നലെയാണ് ദുബായിൽ നിന്ന് ഇറങ്ങിയത്. ഓക്കെ ഓക്കെ, ശരി ശരി. ഒരു 19 ലക്ഷം രൂപയാവും. തെക്കേ വശത്തുള്ള നമ്മളെ പഴയ ബിൽഡിംഗ് അല്ലയാ. പൈസ സെറ്റായിട്ട് കേട്ടോ, രാത്രി വിളിക്കാവേ. എന്ത് ചേട്ടൻ ഫോൺ എടുത്ത്? കോഡ്. ഹലോ ഹലോ എടാ, നമ്മളാ കടയിൽ പോയി പറഞ്ഞുള്ള കോഡ് ഏതായിരുന്നു? ചെറുക്കൻ. എടാ നീ ചോദിക്കണം എന്തൊക്കെ ഉണ്ടെന്ന്. അയാള് പറയും പാഴ്സൽ ഉണ്ടെന്ന്, അത്രേ ഉള്ളു. അപ്പൊ അയാള് സാധനം തരും. നീ അതുകൊണ്ട് സ്പോട്ടിൽ വന്നാ മതി. ഓക്കെ ഓക്കെ. ശരി. മാമ എന്തൊക്കെയുണ്ട്? ഒന്നുമില്ലടാ മോനെ, ഭയങ്കര ബിസിനസ് ഒക്കെ ഭയങ്കര ലോണാകുമ്പോ ശരിയായിരിക്കില്ലേ? മാമ എന്തൊക്കെയുണ്ട്? എടാ നിനക്ക് എന്താ വേണ്ട പറ? സോപ്പ് പൊടിയോ, വിമ്മ, ലേസ, എന്താ വേണ്ട പറ? മാമ കോഡ് മറ്റേത് സജ്ജിയ കവറാ? എന്താ പാഴ്സല്? പാഴ്സല് ഇരിപ്പുണ്ട്. അതങ്ങോട്ട് ഇട്. ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? നീ സൂചിപ്പിക്കാതെ പോ, മനുഷ്യരെ കള്ളക്കടത്താരാക്കിയിട്ട് അറിയപ്പെടാം. എന്താടാ ഒരു പ്രശ്നമുണ്ട്. എന്തുവാ? സാധനം എടുത്ത് അടിച്ചുകൊണ്ട് പോയി. ഞാൻ അതൊരു നടന്നു. നീ ഒന്നും പറയണ്ട, വാ, ബാക്കി കിട്ടും. അല്ല നീ ഫസ്റ്റ് ഇങ്ങനെ വന്നില്ല. നീ വാ, അവിടെ ഇരിക്കാം. കിട്ടിപ്പോയി.